അപ്പം അതുകൊണ്ട് ആ ഒരു ഗ്രേസിൽ ഇരുന്ന് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കുക. വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ തൻ്റെ ലാബിൽ സുവോളജി റിസർച്ച് ലാബിൽ പോവും. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ പരിശോധിക്കും. കാരണം ദൈവത്തിൻ്റെ കൂടെ പരിശോധിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനാണെങ്കിലും ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെ അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ. ഇപ്പം ഞാൻ എഴുതിയത് ഒരു എൻസൈക്ലോപ്പീഡിയാണ് എഴുതിയത്. ഡിക്ഷണറി എഴുതി, ഈ ക്രിസ്ത്യൻ ആർട്സിനെ കുറിച്ച് ഡിക്ഷണറി എഴുതി. പിന്നെ സർവ്വജ്ഞാനകോശം എഴുതി. എൻ്റെ സർവ്വജ്ഞാനകോശത്തിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. 17 കൊല്ലം എഴുതിയാണത്. എത്രയോ ആയിരക്കണക്കിന് പേജുകൾ എഴുതിയാണ്, റിസർച്ചാണ് ഇത്. അപ്പോഴേ നമ്മൾക്ക് ചെലവിടത്ത് ചെന്നാൽ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ എന്നുകൊണ്ട് കണ്ണടച്ചൊരു ജപമാല ചെല്ലും. അപ്പോൾ നമുക്കൊരു വെളിച്ചം കർത്താവ് തരും. ഇതാണ് വഴി, ഇതിലേ പോവുക. അത് ഭയങ്കര സംഭവമാണത്. അപ്പോൾ എനിക്ക് ഈ ഷീബ പറഞ്ഞപ്പോൾ എല്ലാം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാര്യം ഞാൻ ആ വഴിയിലൂടെ ഒന്ന് നേരത്തെ വേറൊരു വിഷയത്തിൽ സഞ്ചരിച്ച കാരണം നമ്മൾ ഡെഡ് ലോക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം വേറെ ഒരു ബൈഫർക്കേഷൻ നടത്തും. വേറെ ഒരു അത് അവിടെ ലോക്കായി കിടക്കട്ടെ, നമ്മളെ വേറെ വഴിയിലൂടെ കൊണ്ടുപോകും. അത് ദൈവമായിട്ട് ജീവിക്കണത് ദൈവം ഇങ്ങനെ നയിക്കും. ഇവളെന്നെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് എത്രയോ പ്രാവശ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്രേസ് സ്മിത്ത് എന്നും പറഞ്ഞ് ഒരു പ്രൊഫസറിൻ്റെ ലിങ്ക് കിട്ടി. അവർ ഈ സിൽവർ ഫിഷിൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തുകാർ ഈ ആസ്ട്രേലിയക്കാരത്തിയാണ്, ഇവിടെ ഇല്ല. പക്ഷേ എന്നാലും അമ്മ പറഞ്ഞ് അവരൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അവരുടനെ പറഞ്ഞ് ഞാനിങ്ങനെ സിൽവർ ഫിഷിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് 3 കൊല്ലം വേസ്റ്റായി, ഐ ഹാവ് നോ ഐഡിയ, ഏതെങ്കിലും തരത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ വിട്ട്. അത് ഈ മാതാവുമായി ഇരുന്ന് സെർച്ച് ചെയ്യുകയും മെയിൽ വിടുകയും ചെയ്യുമ്പോൾ അതിനൊരു മരിയ സ്പീഡാണ് ഉള്ളത്. 20 മിനിറ്റിനുള്ളിൽ 2-3 പേജാണ് അവർ മറുപടി ഇങ്ങോട്ട് തരണത്. ഇവർ വിട്ടത് 3 ലൈൻ, അവർ 300 ലൈൻസാണ് വിടുന്നത്. ഐ ആം റെഡി ടു ഹെൽപ്പ് യു എന്നും പറഞ്ഞു. കണ്ട വാതിൽ തുറന്നു തന്നെ കണ്ടില്ലേ? വാതിൽ തുറന്നു തന്നെ കണ്ടില്ല. 3 കൊല്ലം അടച്ചിരുന്ന വാതിൽ കാണാത്ത വാതിൽ, മരിയൻ വാതിൽ തുറന്നു വരികയും അപ്പോൾ പിന്നീട് അവർ ഗൈഡായിക്കൊണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവർ ഇൻസെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ പ്രശ്നം ഈ ഇരട്ടവാലനെ ഡിസെക്റ്റ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി എൻ്റെ ഘടന പരിശോധിക്കണം. അപ്പോൾ എല്ലാ ഇരട്ടവാലിനും ഒരേ ഘടനയല്ല, പല പല ഘടനകളാണ്. അങ്ങനെ 105 സ്പീഷീസ് ഉണ്ട്. കേരളത്തിൽ 5 ഉള്ളൂ, ബാക്കി 100ഉം പുറത്താണ് കിടക്കണത്, പുറത്ത് രാജ്യത്ത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഇരട്ടവാല മുന്നേ ഉള്ളത് അങ്ങനെയല്ല. കേരളത്തിൽ തന്നെ 5 സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ ഘടന ഒരുവിധം ഇവയ്ക്ക് പിടികിട്ടി. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീഷീസ് ചേഞ്ച് ചെയ്യാനനുസരിച്ച്, ഘടന ചേഞ്ച് ചെയ്യാനനുസരിച്ച് സ്പീഷീസ് ചേഞ്ച് ചെയ്യും. കാണുമ്പോഴൊക്കെ ഒരുപോലെ ഇരിക്കുമെങ്കിൽ വർഗം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് ഒരു വർഗം കഴിഞ്ഞ് മറ്റൊരു വർഗത്തിലേക്കുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലാവില്ല, എൻ്റെ കണ്ണിന് ഇത്രയും പവറില്ല എന്ന് പറഞ്ഞു. ഉടനെ പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥം എടുത്തപ്പോൾ അവൾക്ക് കർത്താവ് ഒരു വചനം കൊടുത്തു. എന്താണെന്നറിയാവോ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ശിവേ നന്ദി ഹല്ലേലൂയ 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 ശിവേ ആരാധന 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 ശിവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ 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 ശിവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രഭാഷകൻ 23:19 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ശിവേ ആരാധന 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 ശിവേ നന്ദി മഹത്വം മഹത്വം മഹത്വം. പ്രഭാഷകൻ 23:19 കർത്താവിന്റെ കണ്ണുകൾ കേട്ടോ
സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അതായത് ഇവൾക്ക് കണ്ടുപിടിക്കണമെന്നല്ലേ പറയണത്. അപ്പോൾ അതിന് അമ്മ പറയണത് എന്താണ്? നീ ഇനി കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്ക്, അത് 10,000 സൂര്യനേക്കാളും പ്രകാശമുള്ളതാണ്. പിന്നെ എന്നാ പറ്റി? അതോടുകൂടി ഇത് കാണാനുള്ള പ്രത്യേക കാഴ്ച അഡിഷൻ കൊടുക്കും. എൻ്റെ അമ്മ എന്ത് രസമാണ് കേൾക്കാൻ. അവൾ പിന്നെ പടപടാന്ന് പഠിക്കണത്. പിന്നെ അതായത് മുമ്പ് കാണാതിരുന്ന സംഭവങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രകാശം കണ്ണ് കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ ഗവേഷണം അവസാനിക്കും. വിത്തിൻ കുറച്ച് സമയത്ത് ഗവേഷണം എല്ലാം അവസാനിക്കുമ്പോൾ എന്താ പറയണമെന്നറിയാമോ? ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ 2 പുതിയ സ്പീഷീസിനെ കൂടി കണ്ടുപിടിക്കാൻ ദൈവം ഇവർക്ക് അനുഗ്രഹം കൊടുക്കും. അങ്ങനെയാണ് ഡോക്ടറേറ്റ് തീസ് അവസാനിച്ച് ഇപ്പം ഡോക്ടറേറ്റ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണത്. അതൊക്കെ അടഞ്ഞു പോയൊരു വാതിലാണ്. ഇന്ത്യൻ സുവോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇവള് ഈ പ്രൊഫസർ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയാവോ? ഈ സ്പീഷീസിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ ബെറ്റർ ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ മനുഷ്യൻ നമുക്ക് തരുന്ന ഉപദേശം ഇങ്ങനെയായിരിക്കും, പക്ഷേ കർത്താവ് നമുക്ക് തന്നെ ഉപദേശം എന്തായിരിക്കും? നീ സ്റ്റോപ്പ് ചെയ്യരുത്, കർത്താവിൻ്റെ കണ്ണുകൾ നിനക്ക് തരാം, നീ മുന്നോട്ട് പോകാൻ പറയും. നിൻ്റെ ദൈവം നിന്നോടും പറഞ്ഞതാണ്, നീ മുന്നോട്ട് പോവുക. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ആദ്യം രോഗസൗഖ്യ പ്രാർത്ഥന, പിന്നെ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അമ്മ ഇതുപോലെ ഈശോ എഴുന്നള്ളിയിരുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 10,000 മനുഷ്യർ അനുഗ്രഹം പ്രാപിച്ച് ജീവിതം തിരിച്ചു പിടിച്ചൊരു സ്ഥലത്ത്, നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെയും കർത്താവ് തേടിപ്പിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ നീ സ്നേഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ഉത്തമ പങ്കാളി ആയി മാറാൻ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, അഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, തളവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, മാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം സ്വർഗീയ നിമിഷം, ആരാധനയുടെ നിമിഷം, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോ
രോഗികള് രോഗങ്ങൾ കൊണ്ട് മേലാത്തവരെ ജീവിതം നിരാശപൂർണമായവര് സങ്കടപ്പെടുന്നവര് ജോലി ചെയ്യാൻ പറ്റാത്തവര് കുടുംബത്തിനും ഭാരമായി പോകുമോ എന്നോർ സങ്കടപ്പെടുന്നവര് കർത്താവേ നിന്റെ കരുണയാൽ ഈ നിമിഷം അവരെ സ്പർശിക്കണമേ. ഓരോ രോഗികളെയും സ്പർശിക്കണമേ. ഓരോ രോഗികളെയും സ്പർശിക്കണമേ. കൊച്ചു മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ ഞരമ്പുകളിലും എല്ലാ സന്ധിബന്ധങ്ങളിലും ശ്വാസകോശങ്ങളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. തൊണ്ടവേദനയുള്ളവരെ, നീരിറക്കമുള്ളവരെ, സിസ്റ്റ് രോഗികള്, പിസിഒഡി രോഗികള്, ഫിസ്റ്റുല രോഗികള്, രോഗികള്, കിഡ്നി രോഗികള്, നടുവേദനയുടെ രോഗികള്, എല്ലാ തരത്തിലും അസ്ഥിവേദനയുള്ളവര്, മാർഗ രോഗികള്, തീരവേദികള്, ഉദര രോഗികള്, ഈ ഉദര രോഗികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് പൂർണ്ണമായി മാതാവിന്റെ മധ്യസ്ഥതയിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അൾത്താരയിൽ രണ്ടാമതും അമ്മ സാക്ഷിയായി നിർത്തുവാൻ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അൾത്താരയിൽ രണ്ടാമതും ജീവിക്കുന്ന സാക്ഷിയായി നിൽക്കുവാൻ അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 2004 ജൂലൈ മാസം എൻ്റെ ആദ്യ സാക്ഷ്യം പറഞ്ഞ് ഹസ്ബൻഡിനൊപ്പം തിരികെ ഞാൻ UK പോയിരുന്നു. ആദ്യ സാക്ഷ്യത്തിൽ ഞാൻ കിടന്നുപോയൊരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ ഏൽപ്പിച്ച് തിരികെ എനിക്ക് അവിടെ ഹസ്ബൻഡിനൊപ്പം തിരികെ പോകുവാൻ അമ്മ അനുഗ്രഹിച്ചിരുന്നു. ഞാൻ അതിനുശേഷം രണ്ടാമത് തിരികെ പോയി സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം അവിടെ ചെന്ന് ഒരു 4-5 മാസത്തോളം ഞാൻ ജോലി നോക്കുകയായിരുന്നു. ഒപ്പം അന്ന് എൻ്റെ കുഞ്ഞിവിടെ നാട്ടിലായിരുന്നു, ഞങ്ങളുടെ ഒപ്പം കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഓരോരോ തടസ്സങ്ങളായിരുന്നു. പല ഇൻ്റർവ്യൂകളൊക്കെ വരും, പക്ഷേ അതിലൊക്കെ അമ്മയും ഈശോയും തട്ടിമാറ്റുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ 4-5 മാസത്തിന് ശേഷം അവിടെ തണുപ്പ് ഡിസംബർ ജനുവരി മാസം ആയപ്പോഴേക്കും കഠിനമായി തണുപ്പ് കൂടി വരുന്നൊരു സമയം ഞാൻ വീണ്ടും വയ്യാതാവുകയും വല്ലാതൊരു തളർന്നു പോകുന്നൊരവസ്ഥ, സ്വന്തമായി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലാത്തൊരു അവസ്ഥ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റൽ സാഹചര്യം വെച്ച് എന്നാൽ അവിടെ പോകുവാനോ നമുക്കൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലത്തെ ബുദ്ധിമുട്ടായിരുന്നല്ലോ, എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഒത്തിരിയധികം വിഷമിച്ച് ഞങ്ങൾ. അപ്പം 2025 ജനുവരി ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് തിരികെ നാട്ടിലൊന്ന് പോകണം, പരിശുദ്ധ അമ്മയുടെ അടുക്കൽ എനിക്ക് പോകണം, എന്താ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ ആ സമയങ്ങളിലൊക്കെ ഞാൻ ശക്തമായി ഉടമ്പടി മുറുക്കെ പിടിക്കുകയും പരിശുദ്ധ കുർബാനയൊക്കെ ആ നാട്ടിലെ പരിമിതികൾ വെച്ച് ഓൺലൈനായി പങ്കുകൊള്ളുകയും സാധിക്കുന്നിടത്തോളം ദേവാലയത്തിലേക്ക് പോവുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞിനെ കൂടെ കൂടത്തിൽ കൊണ്ടുവരുവാനും എനിക്കൊരു ഒരു ജോലി മാർഗം അമ്മയും ഈശോയും തുറന്നു തരണമെന്നുമൊക്കെ. പക്ഷേ അപ്രതീക്ഷിതമായി വയ്യാതാവ് സാഹചര്യത്തിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു ടിക്കറ്റ് എടുത്ത് എനിക്ക് നാട്ടിൽ തന്നെ തിരികെ പോകണം, അമ്മയുടെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരി മാസമായപ്പോഴത്തേക്കും 2025 ഫെബ്രുവരിയിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലെ പെട്ടെന്നായിരുന്നു. ഓക്കെ, ഹസ്ബൻഡ് ടിക്കറ്റ് എടുത്ത് തന്നു, ഞാൻ തിരികെ ഇവിടെ വന്നു. പക്ഷേ അന്ന് ഒത്തിരി രാത്രി വൈകിയാണ് വന്നത്. അപ്പം സാഹചര്യ ബുദ്ധിമുട്ട് കൊണ്ട് ഞാനന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. കുഞ്ഞ് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം പക്ഷെ ഞാൻ ഒത്തിരി വേദനിച്ചാണ് ആ ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ തിരികെ വരുന്നത്. അമ്മേ, നീ എന്നെ വീണ്ടും തിരികെ എത്തിക്കുവാണോ? നാട്ടിലെത്തുമ്പോൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ അല്ലേ, അങ്ങനെ ഒന്ന് തിരികെ വരേണ്ട ഒരു അവസ്ഥ.
അമ്മയുടെ തിരുവൾത്താരിലേക്ക് ഒരു സാക്ഷിയായ മകളല്ലേ, വീണ്ടും എന്നെ നീ തിരികെ എത്തിക്കുന്നത് എന്താണെന്ന് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ കണ്ണീരോടെ ഞാൻ ഫ്ലൈറ്റ് യാത്രയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടനെ തന്നെ താമസിയാതെ ആയുർവേദത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം വീട്ടിൽ വന്നു ഞാൻ വളരെയധികം മാനസികമായി ശാരീരികമായി തളർന്നു. കാരണം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറി വരികയാണ്, എനിക്ക് ഒന്നിനും ഒരു ഫലം തോന്നുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ പോകണം, എനിക്ക് അവിടെ മാത്രമേ ആശ്രയമുള്ളൂ, അമ്മയ്ക്ക് ഈശോയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഓടിയെത്തുകയും ഉടനെ തന്നെ ഓടിയെത്തുകയും ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. പക്ഷെ അന്ന് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. എനിക്ക് അധികം ഒന്നും നടക്കാനോ ഒരു സ്റ്റെപ്പ് കയറി പുതുക്കുന്ന സമയത്താണെങ്കിലും നട കയറിയൊന്നും മുകളിൽ പോകുവാനൊക്കെ കാലിനൊക്കെ അതിൽ ബുദ്ധിമുട്ടുകളായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ ഇരുന്ന് ഒത്തിരി വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഒന്ന് മാത്രമാണ് അമ്മയുടെ ഈശോയോട് അപേക്ഷിക്കുന്നത്, എനിക്കെൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കണം, മറ്റാരുടെ സഹായം കൂടാതെ. എനിക്ക് ഞാൻ അമ്മയോട് തുറന്ന് പറഞ്ഞു, അവളൊന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും എനിക്ക് അവളെ സഹായിക്കണം. അതിന് എൻ്റെ നട്ടൽ സംബന്ധമായിട്ടുള്ള വിഷമം എന്തു തന്നെയാണെങ്കിലും നടുവിൽ വളഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പം നട്ടലിനൊട്ടും ബലമില്ലാത്ത വരുന്ന പോലെ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഈ രോഗാവസ്ഥയിൽ നിന്ന് അമ്മയ്ക്ക് ഈശോയ്ക്ക് മാത്രമേ എന്നെ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ എൻ്റെ അമ്മയുടെ തിരുസന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ, ഇനിയൊരു ഉടമ്പടി പുതുക്കുന്നുണ്ടെങ്കിൽ അമ്മയും നീ എന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കുവാൻ സാധിക്കുന്ന വിധം എനിക്ക് ഇവിടെ ബസ്സിൽ കയറി യാത്ര ചെയ്ത് വരുവാൻ നീ എന്നെ സഹായിക്കണം. കാരണം അന്നൊന്നും എനിക്ക് ഒരു ബസ്സിലൊന്ന് ഒരു സ്റ്റെപ്പിൽ ഹൈറ്റുള്ളിടത്ത് കാല് വെക്കുവാൻ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നീ എൻ്റെ നട്ടലിനെ സ്പർശിച്ച് ഇനി ഞാൻ നിൻ്റെ തിരുസന്നിധി വരുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുവാനും എല്ലാ ജോലികളും ചെയ്യുവാനും ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിക്കുവാനും നീ എന്നെ സഹായിക്കണം. എനിക്ക് എന്നും അമ്മയോടും ഈശോയോടും കൂടെ ഈ തിരുസന്നിധി എനിക്കൊരു വിഷമം വരുമ്പോൾ ഓടി എത്തുവാൻ നിൻ്റെ തിരുസന്നിധി ബസ്സിൽ കയറി എനിക്ക് യാത്ര ചെയ്ത് വരണം, അതിന് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ആ സമയങ്ങളിലൊക്കെ പറയുമായിരുന്നു, ഇനി എനിക്ക് ആ നാട്ടിലോട്ടൊന്ന് തിരികെ വരുന്നതിനെക്കുറിച്ച് എനിക്ക് ഭയമാണ്, എനിക്ക് എത്രമേൽ ഞാൻ വയ്യാതായി പോകുന്നൊരവസ്ഥയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയമാണെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒത്തിരിയധികം തളർന്നിരുന്നു. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നിനക്കൊരു കൗൺസിലിംഗ് വല്ലതും ആവശ്യമാണ്, എന്താ നിനക്ക് പറ്റുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തിരുന്നു, എല്ലാവരെ പോലെയും ഒരു ജീവിതം ആഗ്രഹിച്ച് പുറത്തു പോയി. പക്ഷേ നാട്ടിലൊരു ജോലി ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചാണ് അന്ന് ഹസ്ബൻഡിനൊപ്പം പുറകെ അവിടെ പോയത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ജോലിയില്ലാത്ത, എനിക്ക് എൻ്റെ ആരോഗ്യം തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ടൊരവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്വന്തമായി നോക്കുവാൻ സാധിക്കില്ലാത്ത അവസ്ഥ. അപ്പോൾ എനിക്ക് അമ്മയുടെ അടുത്ത് മാത്രമേ എൻ്റെ വിഷമങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉടമ്പടി പുതുക്കി ആ സമയങ്ങളിൽ പിന്നെ ഞാൻ ഈശോയോടും അമ്മയോടും നിരന്തരമായി കണ്ണീരോട് പറയുന്നത്, എനിക്ക് ദേവാലയത്തിൽ നടന്നു വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളും. ഞാൻ എങ്ങനെയായിരുന്നോ നേരത്തെ അതുപോലെ തന്നെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ നീ എന്നെ സഹായിക്കണമെന്ന്. ഒപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം നിരന്തരമായി ഞാൻ നട്ടലിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, നട്ടലിൽ പൂർണ്ണമായി. പിന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ വെള്ളത്തിലൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒക്കെ ഫലമായി സാവകാശം അമ്മ എനിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങി. അങ്ങനെ ദേവാലയത്തിൽ ഞാൻ ചെറുതായി നടന്നു പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ ശ്രമിച്ചു. അതിനുശേഷം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അമ്മയോടും ഈശോയോടും എന്നും കണ്ണീരോടെ പറയും, ഞങ്ങൾ രണ്ടിടങ്ങളിലായി കുടുംബജീവിതം 2-3 വർഷങ്ങളായി തുടർന്നു പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഒന്നിച്ചൊരു കുടുംബജീവിതത്തിന് കുഞ്ഞുമൊത്ത് ഹസ്ബൻഡ് നാട്ടിൽ തന്നെ തിരികെ വന്ന് ഇവിടെ ഒരു ജോലി മാർഗം നീ അതിന് ഉള്ള വഴി തുറന്നു തരണേന്ന്. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസം അഖണ്ഡ ജപമാല മഹാറാലിയിൽ വന്ന് പങ്കുകൊള്ളുകയും അതിനുശേഷമായി അസാധ്യമായിരുന്ന വിഷയമായിരുന്ന എൻ്റെ ജോലി 2.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അമ്മ ഈശോ വഴിയായി എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ ഒഴുക്കി തരികയും ആ കോൾ എനിക്ക് ലഭിക്കുന്നതിന് ഒരു ദിവസം മുന്നെയാണ് ഞാൻ ഒത്തിരിയധികം വേദനയോടെ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ മുന്നിൽ ഒരു മാർഗ്ഗവുമില്ല അമ്മേ, ഞാൻ നിസ്സഹായയാണ്. കാരണം എൻ്റെ മുന്നിൽ എൻ്റെ കയ്യിലുള്ള CV അതിൽ ഒന്നുമില്ലെന്ന് അമ്മേ നിനക്കറിയാം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്.
ഈശോയുടെ കൃപയാൽ, ഈശോയുടെ അമ്മയുടെയും കൃപയാൽ മാത്രമേ എനിക്കൊരു ജോലി മാർഗം നിനക്ക് ഒരുക്കി തരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ എഴുതി തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു, വചനം എഴുതി പ്രാർത്ഥിക്കുവാൻ. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നൊരു വിഷയം ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ 2-3 തിരുവചനങ്ങൾ, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള തിരുവചനങ്ങൾ. പിന്നെ ഒന്ന് പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ ചിറകിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും എന്നുള്ള വചനങ്ങളൊക്കെ ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ഫലമായി അങ്ങനെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഒരു ദിവസം മുന്നേ ആയിട്ടപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, സമയം മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, മറ്റു വഴികളൊന്നുമില്ല. എന്നാൽ ഇനിയൊരു IT ഫീൽഡിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും പുതിയതായി ടെക്നോളജികൾ പഠിച്ചെടുത്താൽ മാത്രമേ നമുക്കൊരു ജോലി സാധ്യതയുള്ളൂ. അപ്പോൾ എൻ്റെ മുന്നിൽ 2.5 വർഷം മേറെയുള്ള ഗ്യാപ്പും എല്ലാം നിൽക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കിനിയൊരു വഴിയില്ല, ഇനിയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചല്ലേ, ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിച്ച് പൈസ മുടക്കി പഠിച്ചെടുക്കാനൊന്നും സാധ്യമായ ഒരു കാര്യമല്ല. അങ്ങനെ പറഞ്ഞ് വേദനയോടെ ഞാനൊരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യാൻ അവർക്ക് രജിസ്ട്രേഷൻ ഫീ കൊടുത്തു. അതിൻ്റെ തൊട്ട് പിറ്റേന്നാണ് അമ്മ എനിക്ക് ഈ ഇൻ്റർവ്യൂ കോൾ ഈശോവരിയായി ഒരുക്കി തരുന്നത്. അങ്ങനെ 2 ദിവസത്തെ ഗ്യാപ്പിൽ എന്നോട് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയുകയും, അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം അത്രമേൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ യാത്രയിൽ പോലും, എൻ്റെ ബസ്സിൽ പോലും ഒക്കെ ഞാൻ എവിടെ നോക്കിയാലും അമ്മയുടെ ഒരു സാന്നിധ്യം കാണാം, എനിക്ക് അമ്മയുടെ രൂപം കാണാം. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഓഫീസിൽ കയറുന്ന സമയവും ഞാൻ ഉടമ്പടി ഉപ്പ് ഓഫീസിൻ്റെ ഉള്ളിൽ കടക്കുന്നതിന് മുന്നേ തന്നെ അവിടെ നൊട്ടയിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ തുവാലയിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ഒരു ബലമായിട്ട്, കാരണം ഞാൻ അമ്മയോട് പറയും, ഞാൻ പോകുമ്പോൾ ഈ ഉടമ്പടി പത്രികയും ഇതൊക്കെയായിരുന്നു എൻ്റെ ബാഗിലുണ്ടായിരുന്ന ഏക ബലം. ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു, ഈ പത്രിക ഉണ്ടായിരുന്നു, പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഇതിൻ്റെയൊക്കെ മാത്രം ബലത്താലാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ പോയത്. അങ്ങനെ ഉള്ളിൽ കയറുകയും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം തിരികെ വരികയും ഒരു 3 ദിവസത്തെ ഗ്യാപ്പിൽ അവർ വിളിച്ചു പറഞ്ഞു, അവരുടെ ക്ലയൻറ്റിന് ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞു ഞാനുമായിട്ട്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഇതെൻ്റെ അമ്മയും ഈശോയും ഒരുക്കി തരുന്നൊരു വഴി മാത്രമാണ്. അപ്പോൾ 2ാമത്തെ ഇൻ്റർവ്യൂ അമ്മ പ്രത്യക്ഷപ്പെട്ട 2.5 മണിക്കായിരുന്നു അമ്മ ഒരുക്കി തന്നത്. ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ച് ഉടനീളം ആ ഇൻ്റർവ്യൂവിൽ പ്രാർത്ഥിച്ചിരുന്നു. കാരണം എൻ്റെ നാവാശക്തമാണ്, എനിക്ക് എന്ത് സംസാരിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. എൻ്റെ കഴിവാൽ ഈ ഇൻ്റർവ്യൂവിൽ ഒന്നും സാധിക്കില്ല. IT ഫീൽഡിലെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ. അതിൽ എൻ്റെ കഴിവൊന്നുമില്ല, അസാധ്യമായ വിഷയമാണെന്ന് ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ആ ഇൻ്റർവ്യൂവും അമ്മ തന്നെ നടത്തി. ഒടുവിൽ ഒരാഴ്ചയ്ക്ക് ശേഷം അവർ വീണ്ടും പറയുകയുണ്ടായി, അവർക്ക് ക്ലയൻറ്റ് പുറത്തായിരുന്നു, അപ്പോൾ അവർക്ക് ഇവിടെ നാട്ടിൽ വന്ന് നേരിട്ടൊരു ഇൻ്റർവ്യൂ കൂടി നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ഇൻ്റർവ്യൂ. അപ്പം ഞാൻ ഒത്തിരിയധികം ഭയന്നു, ഇനിയും ഉണ്ടല്ലോ ഇൻ്റർവ്യൂ. ഈശോയെ അമ്മ നിനക്കറിയാലോ, എനിക്കൊന്നും അറിയില്ല, അവരുടെ അടുത്ത് നേരിട്ടൊന്ന് കണ്ട് എന്ത് സംസാരിക്കണമെന്ന് ഒന്നുപോലും. അപ്പം നേരിട്ടുള്ള ഇൻ്റർവ്യൂവിലും 3ാമത്തെ ഇൻ്റർവ്യൂവിലും ഞാൻ പോയി പങ്കെടുത്തു. 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തൊക്കെ ഞാനവിടെ സംസാരിച്ചുവെന്ന് ഒന്നും എനിക്കറിയില്ല. ഞാനൊരു അത്ഭുത ലോകത്തെന്ന പോലെ അവിടെ ഇരിക്കുകയായിരുന്നു. കാരണം അമ്മയായിരുന്ന ആ ഇൻ്റർവ്യൂ, അമ്മ ഈശോയുടെ സാന്നിധ്യത്തിലാണ് അവരാണ് ആ ഇൻ്റർവ്യൂ നടത്തിയത്. അങ്ങനെ 3ാമത്തെ ഇൻ്റർവ്യൂവും പൂർത്തിയായി. ഒടുവിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ കഴിഞ്ഞ ഡിസംബർ 23 അവൾക്ക് 4 വയസ്സാകുന്ന പിറന്നാളിൽ നീ അതിന് മുന്നായിട്ട് എനിക്കൊരു സമ്മാനമായിട്ട് ഈ ജീവിതമാർഗ്ഗം നീ എനിക്ക് തുറന്നു തരണം അല്ലേ, അമ്മ ഈശോപ്പയോട് പറഞ്ഞ് എനിക്കത് മേടിച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 25 ഈശോയുടെ തിരുപ്പിറവിക്കും അവരുടെ പിറന്നാളിന് മുന്നായിട്ട് അമ്മ എനിക്ക് അവരിൽ നിന്നൊരു കൺഫർമേഷൻ തന്നു. അങ്ങനെ ജനുവരി മാസം 5-ാം തീയതി 2026 ജനുവരി 5-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയും ഇന്ന് എനിക്കൊരു പരിചിതവും ഇല്ലാത്തൊരു പുതിയൊരു മേഖലയിലാണ് അമ്മ എന്നെ എത്തിച്ചത്. ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന രീതിയിൽ. അപ്പോൾ എൻ്റെ ചിന്തകൾക്കപ്പുറമായ രീതിയിലാണ് ഈശോയും അമ്മയും അവിടെ ഇടപെട്ടത്. അങ്ങനെ ഇന്ന് ട്രെയിനിങ്ങിനായി ഞാൻ അവരുടെ പോയി കുറേയേറെ പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇനി മുന്നോട്ടുള്ള ഓരോ നിമിഷവും അമ്മയും ഈശോയും തന്നെ തുണയ്ക്കുമെന്നും എന്നും ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നിട്ട് പോകുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു കുടുംബജീവിതത്തിനുള്ള മാർഗം അമ്മ ഈശോയും തന്നെ ഒരുക്കി തരുമെന്നും ഓരോ നിമിഷവും ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ ഈശോയും നൽകി അനുഗ്രഹിച്ച
അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അത്രമേൽ കൊടാനുകോടി നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ പറഞ്ഞു എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ ഒന്നും കൂടെ വ്യക്തമായി പറയുകയാണ്. എനിക്ക് പുറത്ത് പോയപ്പോൾ തണുപ്പ് വരുന്ന ആ സാഹചര്യത്തിൽ എൻ്റെ നട്ടിലിന് ബലം പോകുന്ന ഒരവസ്ഥയായിരുന്നു, നടുവിൽ വളഞ്ഞു പോകുന്നൊരവസ്ഥ. അങ്ങനെയാണ് എനിക്ക് ഒന്ന് കുനിയാനോ അധികം ഭാരമെടുക്കുവാനോ കൂടുതലായി നടക്കുവാനോ ഹൈറ്റുള്ള ഒരു സ്റ്റെപ്പ് കയറുവാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ അമ്മ മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടി പുതുക്കി എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കുവാൻ പാകത്തിന് നീ എന്നെ യോഗ്യയാക്കണം, ശക്തിപ്പെടുത്തണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഇന്ന് ഓരോ നിമിഷവും ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് ഈശോയുടെ അമ്മ മാതാവിൻ്റെയും അത്ഭുത കൃപയാൽ മാത്രമാണ്. ഈ സമയങ്ങളിലൊക്കെയും ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ഓരോ തവണയും ഉടമ്പടി പുതുക്കുമ്പോഴും ലഭിക്കുന്ന കൃപാസന പത്രം ഞാൻ റോഡുകളിൽ പരിചിതമില്ലാത്തവർക്ക് നൽകുകയും കടകളിലൊക്കെ കയറി ഇറങ്ങി കൊടുക്കുകയും അവരോട് പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ട് ഒരുക്കി തന്ന അനുഗ്രഹങ്ങൾ രോഗസൗഖ്യത്തിനെ കുറിച്ചൊക്കെയും അവരോട് പറഞ്ഞു കൊടുത്ത് അവരെ അമ്മയിലോട്ട് ഈശോയിലോട്ട് അടുപ്പിക്കാനൊക്കെ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരുണ്യപ്രവൃത്തിയായി എനിക്ക് സ്വന്തമായ ഒരു ജോലി മാർഗം ഇല്ലാഞ്ഞിടത്തോളം ഹസ്ബൻഡ് എനിക്ക് തരുന്ന ആവശ്യങ്ങൾക്കായി തരുന്ന പൈസ വെച്ച് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോഴോ മറ്റും മക്കൾക്ക് ആവശ്യമായ സഹായം ആവശ്യമുള്ളവർക്ക് എന്നാലാവുന്ന വിധത്തിൽ കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഈശോയോടും പറയുമായിരുന്നു, ഈശോയെ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും അധ്വാനിച്ചില്ലെങ്കിൽ എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള കൃപ ഒത്തിരി വേദനയോടെ ഞാൻ എന്നും അമ്മയോട് ഈശോയോട് യാചിച്ചിരുന്നു. ഇന്ന് അതിന് ഫലമായിട്ട് അമ്മ ഈശോയും തുറന്നു തന്നൊരു കൊച്ചു ജീവിതമാർഗ്ഗം എനിക്ക് അമ്മ ഈശോ ഒരുക്കി തന്ന ജോലി മാർഗം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ ഈശോ നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി. എന്നും നിത്യതയിൽ ജീവിച്ച് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അമ്മ ഈശോയും സഹായിക്കണമെന്ന് എന്നും അനുഗ്രഹം യാചിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഞാൻ തീക്ഷ്ണമായി സ്നേഹിക്കുവാൻ തുടങ്ങി. സാധിക്കുന്നിടത്തോളം ഒരു ദിവസം പങ്കുകൊണ്ടില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു മനസ്സിന് തന്നെ ഒരു വേദനയാണ്. അപ്പോൾ സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നു. ജപമാല ഞാൻ അതിന് മുന്നായി ഉടമ്പടി ജീവിതത്തിനൊക്കെ മുന്നായി ജപമാല അത്ര അതിൻ്റെ ഒന്നും ആഴമായിട്ടുള്ള ഒരു തീക്ഷ്ണത അന്നൊന്നും തിരിച്ചറിവില്ലായിരുന്നു. പക്ഷേ ഇന്ന് സാധിക്കുന്നിടത്തോളം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ സമയം കിട്ടുമ്പോഴോ ഒക്കെ സാധിക്കുന്നിടത്തോളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു. നിയോഗം പറഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒക്കെ ഫലമായാണ് ഇന്ന് അമ്മയും ഈശോയും ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത്. രണ്ടാഴ്ച കൂടുമ്പോൾ പരിശുദ്ധമായി കുമ്പസാരം നടത്തുവാനും ഈ ഉടമ്പടി ജീവിതത്തിൽ ഉള്ള ഓരോ നിബന്ധനകളും സാധിക്കുന്നിടത്തോളം പാലിച്ചു കൊണ്ടുപോകുവാൻ എന്നും ശ്രമിച്ചിരുന്നു. ഈ തന്ന അനുഗ്രഹങ്ങൾക്കും അത്രമേൽ അത്ഭുതകരമായി അമ്മ ഈശോയും ജീവിതത്തിൽ ഇടപെട്ട ഓരോ സാഹചര്യങ്ങൾക്കും കോടാനുകോടി നന്ദിയും മഹത്വവും രേഖപ്പെടുത്തുന്നു.